ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ റെസിപ്പി ആയിട്ട് വന്നേക്കാണ് ചിക്കൻ വരട്ടിയത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് 2 കിലോളം ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 സവാളയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാണ് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. സവാളയും ഇഞ്ചിയൊക്കെ ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് പോരാം. അപ്പോൾ സവാള ഇഞ്ചിയൊക്കെ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 3 ഏലക്കായയും ഒരു 5 കഷ്ണം കറുകപ്പട്ടയും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറണ വരെ നമുക്കൊന്ന് വറുക്കാം. അതിന് ശേഷം അതിലോട്ടേക്ക് 8 മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞതും പിന്നെ 5 പച്ചമുളക് അരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 10 വെളുത്തുള്ളി ചതച്ചതും പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് വഴറ്റണത്. അപ്പോൾ അതൊക്കെ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് വഴറ്റാനുണ്ട്. അപ്പോൾ നമുക്കിത് സിമ്മി വെച്ച് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇതിലോട്ടേക്ക് ചേർത്തേക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടാക്കി തന്നെ സെപ്പറേറ്റ് ചൂടാക്കി തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇത് എല്ലായിടത്തും ആവണം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊരു സിമ്മിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ചിക്കനിലെ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ടൈമിലാണ് നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ട ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഞാനിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സിമ്മി വെച്ച് തന്നെ തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ചാറ് വറ്റണ വരെ ഇങ്ങനെ തുടർച്ചയായി ഇളക്കാണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ ചിക്കനെല്ലാം ചാറൊക്കെ വെറ്റി നന്നായിട്ടൊരു ഗ്രേവി പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചിയും സവാളയും കൂടി മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിലോട്ടേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ എരിവ് കുറച്ച് കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ സവാളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്, സവാള ഇഞ്ചിയും കൂടി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റവൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെ ആയാലും നമുക്ക് റൈസിൻ്റെ കൂടെ ആയാലും നമുക്കിത് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.